മഞ്ചേരി ടു എവറസ്റ്റ്. ഉയരങ്ങൾ കീഴടക്കുന്നതാണ് മഞ്ചേരിക്കാരിയായ സുഹറ സിറാജിന്റെ ഹോബി. സ്വപ്നങ്ങൾക്കൊപ്പം ഉയരങ്ങളിലേക്ക് സുഹറ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ഇന്നെന്തായാലും ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത എന്ന അഭിമാന നേട്ടത്തിലാണ് സുഹറയുള്ളത്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നങ്ങളെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ നിർവൃതിയിലാണ് മലപ്പുറം മഞ്ചേരിക്കാരി സുഹറ. എവറസ്റ്റ് കീഴടക്കുന്ന മൂന്നാമത്തെ മാത്രം മലയാളി വനിത. മൗണ്ടനിയറിങ് ഒരു 8-9 വർഷമായി തുടങ്ങിയിട്ട് 2017 തുടങ്ങിയതാണ്. അവിടുന്ന് ചെറിയ മൗണ്ടൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ നാട്ടിൽ. അവിടുന്നാണ് പിന്നെ അത് വലിയ മൗണ്ടൻസിലോട്ട് മാറുന്നതും അവിടെ ട്രെക്ക് ചെയ്യുന്നതും അതിനുശേഷം പിന്നെ ക്ലൈംബിങ്ങിലോട്ട് സ്വിച്ച് ചെയ്യുന്നതും. ക്ലൈംബിംഗ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ക്ലൈംബിങ്ങിലോട്ട്. അങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾ അതിൽ ട്രെയിൻ ചെയ്തു, സ്കിൽസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് എവറസ്റ്റ് എന്നുള്ളൊരു തോട്ട് വന്ന് എവറസ്റ്റിന് വേണ്ടി സ്പെസിഫിക്കലി ട്രെയിൻ ചെയ്തു. ഡേ ആൻഡ് നൈറ്റ് ട്രെയിനിങ് എന്ന് പറയാം. അങ്ങനെ കുറേ നാൾ ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് എവറസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സബ്മിറ്റേഴ്സ് ഉള്ള ദിവസമാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. മെയ് 20ന് 12:51 വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹം ഒരു നിറവേറ്റുക എന്ന് പറയുന്നത് ആ ഒരു സബ്മിറ്റിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യായിരുന്നു. താങ്ക് ഗോഡ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. എനിക്കിവിടെ എത്താൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അറ്റ് ദി സെയിം ടൈം എനിക്കറിയാം ഫാമിലി എത്രത്തോളം സന്തോഷമുണ്ട്. എസ്പെഷ്യലി കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ആണെങ്കിലും ഞാൻ ബേസ് ക്യാമ്പിലുള്ള സമയത്തൊക്കെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നാണ് സബ്മിറ്റ് ഡേ എന്നുള്ള ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എപ്പോഴും ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ അങ്ങനെ ഒരുപാട് തോട്ട്സ് ഉള്ള സമയമായിരുന്നു സബ്മിറ്റ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ സബ്മിറ്റിലേക്ക് എത്തി. അവിടെ 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തു. ചുറ്റും നോക്കാൻ പറ്റി. ചുറ്റും താഴെ ഭൂമി എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ കുറേ നാളത്തെ ആഗ്രഹമുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് എവറസ്റ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കിട്ടി. ഫസ്റ്റ് റേ ഭൂമിയിൽ പതിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ആകാശം ആ ഒരു ഓറഞ്ച് കളറിലോട്ട് മാറുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ഡെയിലി രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് നമുക്ക് ഉള്ള റൺസ് സ്കെഡ്യൂൾഡാണ്. അതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ് സെഷൻസ് സ്കെഡ്യൂൾഡാണ്. ഓരോ ആക്ടിവിറ്റിയും ഫിനിഷ് ചെയ്യുക. ചില സമയത്ത് നമ്മൾ നൈറ്റ് ട്രെയിനിങ് ചെയ്യും. നൈറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ. അത് വേരിയസ് ആക്ടിവിറ്റീസ് ആയിരിക്കും. 2 മണിക്കൂർ റൺ ചെയ്യണം, 2 മണിക്കൂർ സൈക്കിൾ ചെയ്യണം, പിന്നെ 15 kg ബാക്ക് പാക്ക് എടുത്തിട്ട് വാക്ക് ചെയ്യണം. ഇതെല്ലാം കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അപ്പം പല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ് ഒരു 1.5 വർഷത്തോളം അല്ലെങ്കിൽ 2 വർഷത്തോളം ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു അറ്റംപ്റ്റ്. ഓരോ അത്ലീറ്റിനും അവരുടെ സ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പാഷനാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് മൗണ്ടനിയറിങ്, റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പോർട്ടും ഭയങ്കര പാഷനേറ്റ് ആണ്. ഇനി അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഒരുപാട് 8000 മീറ്റർ ചെയ്യണമെന്നുണ്ട്. ഒരുപാട് വേറെ പീക്സ് ലൈക്ക് 7 കോണ്ടിനെൻറ്റിന് 7 പീക്സ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എവറസ്റ്റ് കീഴടക്കുന്ന അങ്ങനെ ചില്ലറക്കാരിയല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. ദിവസങ്ങളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും അത്രയും നീണ്ട ഒരു കഠിനാധ്വാനം അതിന് പിറകിലുണ്ടാവും. മാനസികമായും ശാരീരികമായും ഒക്കെ തയ്യാറെടുക്കണം. നമ്മുടെ ആരോഗ്യം സെറ്റാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങറ്റം എവറസ്റ്റിന് കയറി ചെന്ന് എത്താൻ പറ്റുകയുള്ളൂ. അതികഠിനമായ തണുപ്പ്, അതിനെ അതിജീവിക്കാനൊക്കെ നമ്മൾ തയ്യാറായിരിക്കണം. എത്രയോ പേർ പകുതിയോളം പോയി ഇനി പറ്റില്ല എന്ന് കണ്ട് തിരിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് സുഹറ ശരിക്കും വിജയിച്ചിരിക്കുന്നത്. അതും ഒരു അഭിമാന നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. എവറസ്റ്റ് കയറുന്ന മൂന്നാമത്തെ മലയാളി വനിത എന്നുള്ള അഭിമാന നേട്ടമാണ് സുഹറ നേടിയിരിക്കുന്നത്. നമുക്കൊപ്പം അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, ഇവിടെ സുഹറയ്ക്ക്
ഒരു ആത്മധൈര്യമുണ്ട്, മനോധൈര്യമുണ്ട്. അതിനൊക്കെ ഒപ്പം തന്നെ സുഹറയുടെ ഫാമിലിയുടെ കട്ട സപ്പോർട്ടും ഉണ്ട്. കുട്ടികളൊക്കെ കട്ട സപ്പോർട്ടായി തന്നെ കൂടെ നിന്നു എന്നുള്ളത് സുഹറ അതിൽ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അത് നടത്താനുള്ള ഒരു മനസ്സുകൂടി വേണം, അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു കരുത്തുകൂടി വേണം. അതെല്ലാം സുഹറയ്ക്ക് ഒത്തുചേർന്ന മനസ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ ഉയരം കീഴടക്കി വന്നിട്ടും ഇനിയും ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, അത് യാഥാർത്ഥ്യമാക്കാനുള്ള സഞ്ചാരത്തിലാണ് ഇനിയുള്ളത് എന്ന് സുഹറ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വലിയൊരു പോസിറ്റിവിറ്റി സുഹറയെ കാണുമ്പോൾ അല്ലേ? ഹിമ, ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടുന്നു പറഞ്ഞ പോലെ ലൈഫിൻ്റെ ത്രില്ല് കൂടുന്നാണ് നമ്മുടെ സുഹറ പറയുന്നത്. അതായത് സുഹറയുടെ ഇന്ന് തുടങ്ങിയ യാത്രയൊന്നുമല്ല, ഏറെ നാളുകളായി ലൈഫേ ഇതിനു വേണ്ടി മാറ്റിവെച്ച പോലെ തന്നെ അത്തരത്തിൽ ലൈഫിൻ്റെ ഭാഗമായി തന്നെയുള്ള ഒരു സ്പോർട്ടാണ്. കാരണം മറ്റെന്തോ ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുന്ന പോലെയാണ് സുഹറ ഇതിനെ കാണുന്നത്. പക്ഷെ ഒട്ടും എളുപ്പമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പലതായ തിരക്കുകൾ, പലതായ കാര്യങ്ങൾ, ഇതിനിടയിൽ കൂടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടാൽ മാത്രമേ നമുക്ക് ഇത്ര ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണല്ലോ സ്വപ്നം എന്ന് പറഞ്ഞതുപോലെ തന്നെ സുഹറ ആ സ്വപ്നത്തിൽ ജീവിക്കുക തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ഉയരം കീഴടക്കുമ്പോൾ വലിയൊരു നിർവൃതിയാണുള്ളത്. ആ വാക്കുകളിൽ പോലും ആ ഒരു എനർജി ഉണ്ട്. കാരണം കുടുംബത്തിൻ്റെ പിന്തുണ, ഒപ്പം തന്നെ മക്കളും ഉമ്മ ഇങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്ന ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് സുഹറയുടെ മക്കൾ തന്നെയായിരുന്നു. ഒപ്പം ഹസ്ബൻഡിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയുണ്ട്. ഇപ്പോഴും സുഹറ ആ വാക്കുകളൊക്കെ ആ മൊമെൻറ്റിൽ ഉണ്ടായതുപോലെയാണ് നമ്മളോടൊക്കെ വിവരിക്കുന്നത്. അതായത് മുകളിൽ കണ്ട കാഴ്ച, ഓരോ തടസ്സങ്ങൾ, ആ അനുഭവം, ആ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും അത് ജീവിതത്തിലെ എക്കാലത്തെയും സുഹറയുടെ ജീവിതം തന്നെ രേഖപ്പെടുത്തുന്ന ഈ ഒരു അനുഭവത്തിൻ്റെ കൂടി പേരിലായിരിക്കും. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളിയായ സുഹറ എന്ന ഒരു മേൽവിലാസമാണ്. ആ നേട്ടങ്ങളൊക്കെ ഒരു ഭാഗത്തു കൂടെ വരുന്നതാണ്. അതിലും അപ്പുറത്തേക്കാണ് നമ്മുടെ പാഷൻ എന്നുള്ളത്. ഉയരങ്ങൾ തേടി ഇങ്ങനെ പോകുന്നു, നമ്മുടെ സ്വപ്നങ്ങളും അതേ ഉയരത്തിൽ തന്നെ ഇങ്ങനെ പോട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സുഹറ ഒരു മോഡൽ തന്നെയാണ്. ഇനിയും സുഹറ ഒരു മാതൃകയാണ്, നമ്മുടെ ആഗ്രഹത്തിന് പിറകെ പോകാൻ പ്രചോദിപ്പിക്കുന്ന ഒരു മാതൃക തന്നെയാണ്. കേവലം ഒരു വിനോദം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു അതിജീവന പോരാട്ടം തന്നെയായിരുന്നു. ആ പോരാട്ടം വിജയിച്ചാണ് സുഹറ എത്തിയിരിക്കുന്നത്.